ഞാനിന്ന് ചിന്തിക്കാൻ പോകുന്നത് മത്തായി സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 36-ഉം 37-ഉം വാക്യങ്ങളാണ്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കട്ടെ. മത്തായി സുവിശേഷം നിങ്ങൾ ആരെങ്കിലും എടുത്തോ? 12-ാം അധ്യായം 36-37 വാക്യങ്ങൾ. എന്നാൽ മനുഷ്യൻ പറയുന്ന ഏതു നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമുക്ക് സാധിക്കുന്നവരൊക്കെ എന്നോട് കൂടെ ചേർന്ന വാക്യം ഒന്ന് വായിച്ചാട്ടെ. എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അടുത്ത വാചകം കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിച്ചേ. നിന്റെ വാക്കിനാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കിനാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ഇതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു യാക്കോബ് പറഞ്ഞപ്പോൾ, ഞാനൊരു വാചകം കൂടെ എടുക്കാം. യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് ഒന്ന് വരാം. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാം. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരും എന്ന് അറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടക്കന്മാരാകരുത്. ഉപദേശമാരോടുള്ള മാത്രമാണെന്ന് വിചാരിക്കരുത്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. അടുത്ത വാചകം, ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. നിങ്ങൾ താഴോട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവെങ്കിലും വളരെ വമ്പ് പറയുന്നു, കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടാവോ? യാക്കോബ് പറഞ്ഞപ്പോഴും പറഞ്ഞു, ശിക്ഷാവിധി വരാതിരിക്കേണ്ടതിന് ഉപദേഷ്ടാക്കന്മാരാകരുത്. നാവിനെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. യേശു കർത്താവ് പറഞ്ഞപ്പോൾ പ്രധാന വാക്കുകളിൽ പറഞ്ഞു. മത്തായി 12-ൽ നമ്മൾ വായിച്ചത് 35-36, മനുഷ്യൻ പറയുന്ന ഏത് വാക്കിനും ന്യായവിസ്താര ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മളെപ്പോഴെങ്കിലും ഞാൻ പറയുന്ന വാക്കുകൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ചിന്തിക്കാറുണ്ടോ? ഞാൻ പറയുന്ന വാക്കുകൾക്ക് വളരെ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് ചിന്തിക്കാറുണ്ടോ? ഞാനിന്ന് ദൈവവചനം പഠിക്കുമ്പോൾ എനിക്ക് തോന്നുക, സകലതും വാക്കിനാൽ ഉളവായിട്ടുള്ളതാണ്. ഞാനൊന്നുകൂടെ ആ വാചകം പറയാം. സകലതും വാക്കുകളാൽ ഉളവായത്. നമുക്ക് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാകണമെങ്കിലുള്ള വലിപ്പം മനസ്സിലാകണമെങ്കിലാണ് ഞാൻ ഈ പറയുന്നത്. സകലതും വാക്കിനാൽ ഉളവായത്. നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാവോ? മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യം. 1-ാം അധ്യായം 27-ാം വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? മത്തായി സുവിശേഷം 1-ാം അധ്യായം 27-ാം വാക്യം. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കട്ടെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാവോ? വണ്ടർഫുൾ. ഇങ്ങനെ നാം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം തൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അതിൻ്റെ 26-ാമത്തെ വാക്ക്, അനന്തരം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചേ, മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് എഴുതിയിട്ട് അവനെ സൃഷ്ടിച്ചു എന്ന് അടുത്ത വാചകത്തിൽ പറയുന്നത്. എന്നാൽ നമുക്ക് തമാശ മനസ്സിലാക്കുക. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാം, മനുഷ്യനെ ദൈവം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. ഞാൻ ആദ്യമൊക്കെ വായിക്കുമ്പോൾ ഇതിന് കൺഫ്യൂഷൻ ഉണ്ടാകുമായിരുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണോ, അത് മണ്ണിൽ നിന്ന് ഉണ്ടാക്കണേക്കാൾ മുമ്പ് മനുഷ്യനെ സൃഷ്ടിച്ചിരുന്നോ? നിങ്ങൾ വേദപുസ്തകം തെളിവായി വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. മനുഷ്യനെ മണ്ണിൽ നിന്ന് ദൈവം ഉളവാക്കണേക്കാൾ മുമ്പ് അവൻ്റെ അകത്തെ മനുഷ്യനെ ദൈവം തൻ്റെ വാക്കുകളാൽ സൃഷ്ടിച്ചിരുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. യേശു കർത്താവ് മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറയുന്ന നിമിഷം തന്നെ മനുഷ്യന് ഉണ്ടായിരുന്നു. തൻ്റെ സ്വരൂപത്തിലും ഛായയിലുമുള്ള മനുഷ്യനും ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തൻ്റെ വാക്കുകളിലാണ്. കുറച്ചും കൂടെ കയറി വരാം. നിങ്ങൾ പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിലെ റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാം, യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. അപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ടത്, നമ്മുടെ അകത്തെ മനുഷ്യൻ, ആദാമിൽ തെറ്റിപ്പോയ അകത്തെ മനുഷ്യൻ വീണ്ടും വീണ്ടും ജനിച്ചത് വേദപുസ്തകം പറയുന്നത് ഞാൻ വാ കൊണ്ട് ഏറ്റു പറഞ്ഞപ്പോഴാണ്.
വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 2 കൊരിന്ത്യർ 5:17 വാക്യം, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പഴയ സൃഷ്ടിയല്ല, പഴയത് കഴിഞ്ഞുപോയി, അവൻ പുതിയതായി. എപ്പോഴാണ് പുതിയതായി തീർന്നത്? എപ്പോഴാണോ താൻ തൻ്റെ വാഗൊണ്ട് പറഞ്ഞത് ആ സമയത്താണ് ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഉളവായത് ദൈവത്തിൻ്റെ വാക്കിനാൽ, മനുഷ്യൻ വീണ്ടും 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 ജനിച്ചത് അവൻ ഏറ്റുപറഞ്ഞതിനാൽ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാം. ഈ കാണുന്ന സകല ചലാചരങ്ങളും ഉളവായത്, വേദപുസ്തകം പറയുന്നു, ആകാശവും ഭൂമിയും സകലതും, ഈ കാണുന്ന മുഴുവനും അവൻ്റെ വായാൽ, അവൻ്റെ വാക്കുകളാലാണ് ഉണ്ടായത്. ഒരു ഹല്ലേലൂയ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഈ ലോകത്തിൻ്റെ അടിസ്ഥാനം ലൗകിക ലോകത്തിന് മനസ്സിലാവുമെന്ന് അറിയത്തില്ല, പക്ഷേ ദൈവവചനം വിശ്വസിക്കുന്ന ആളുകൾക്ക് അറിയാം, ഈ ലോകം അടിസ്ഥാനം ഇട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വാക്കുകളിലാണ് ദൈവം ഭൂമിയെ ഉണ്ടാക്കിയത്, വാക്കുകളിലാണ് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത്, വാക്കുകളിലാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ അവൻ വാക്കുകൾ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കി. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ മർക്കോസ് 11:23 പറഞ്ഞു, നിങ്ങൾക്കൊന്നും അസാധ്യമാകത്തില്ല. എന്ത് അസാധ്യമാകത്തില്ല? ഈ മലയോട് നിങ്ങൾ പോയി ആ കടലിൽ പതിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. ഈ അത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ പഠിക്കുക എന്ന് പറഞ്ഞ് നടുക എന്ന് പറഞ്ഞ് അങ്ങനെ സംഭവിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ അത് സംഭവിക്കും. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദകീർത്തനം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പ്രപഞ്ചത്തിൽ സകലതും ഉളവായത് വാക്കിനാൽ, ഈ പ്രപഞ്ചത്തിൽ സകലതും ഇനി ഉണ്ടാകുന്നതും വാക്കിനാൽ, ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നതും വാക്കിനാൽ, നീ ഉണ്ടായത് വാക്കിനാൽ, നിന്റെ അകത്തെ മനുഷ്യനുണ്ടായത് വാക്കിനാൽ. എന്ന് പറഞ്ഞാൽ സകലതും വാക്കിനാലാണ് ഉളവായിട്ടുള്ളത്. നിങ്ങളതിന് കൈയടിച്ചില്ലല്ലോ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് പറയുന്നില്ല, കർത്താവേ 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 എന്നെ രക്ഷിക്കണേ, എൻ്റെ ഭാവി നേരെയാക്കണേ, എൻ്റെ സ്ഥിതികളെ മാറ്റണമേ, എന്നെ കരുതണേ സഹോദരങ്ങളെ. എന്നിട്ട് പറഞ്ഞിട്ട് എന്തായി തീരുവാവെന്ന് പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊന്നും ഇങ്ങനെ എൻ്റെ തലവരെയാന്ന് പറയുന്ന ആളുകൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, പ്രാർത്ഥിക്കുന്നവർ ചിലപ്പോൾ ചിലതൊന്നും ചെയ്തില്ല എന്ന് വരാം. വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന ഫലം ഉണ്ടാക്കും കേട്ടോ, പക്ഷേ അവിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയെ ഫലം ഉണ്ടാക്കാത്ത. പക്ഷേ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്നവർ അതിനേക്കാൾ അത്ഭുതം ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാവി നിയന്ത്രിക്കപ്പെടുന്നത് നിന്റെ വായിലെ വാക്കിനാലാണ്. അതുകൊണ്ട് മനുഷ്യൻ പറയുന്ന ഏത് നിസാര വാക്കും അത് പ്രായോഗിക തലത്തിൽ കണക്ക് ഒതുക്കി പിടിക്കേണ്ടി വരും. നീ ഉണ്ടാക്കുന്ന ഫ്യൂച്ചർ, നീ ഉളവാക്കുന്ന ഫ്യൂച്ചർ, അത് നിന്റെ വായിലാണ് ഉണ്ടാകുന്നത്. വേദപുസ്തകത്തിൽ പത്രോസ് ലേഖനങ്ങൾ എഴുതുമ്പോൾ 3:10 പത്രോസ് പറയുക, നോക്ക, നിങ്ങൾക്ക് ശുഭകാലം വരണമെങ്കിൽ നിങ്ങളുടെ നാവ് നല്ലതായിരിക്കണം, നല്ലത് പറയണം സഹോദരങ്ങളെ. ഞാൻ ഈ വഴക്കുണ്ടാക്കുകയും അത് ഇതൊക്കെ സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളെ നോക്കുമ്പോൾ എനിക്ക് സഹതാപം തോന്നാറുണ്ട്. എൻ്റെ കാരണം എന്നാന്നറിയോ? അവരാ പറയുന്ന പോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ ആയിക്കൊള്ളുന്നേ. അലയ്ക്കുകയും, ഭാര്യയോട് അലയ്ക്കുകയും, മക്കളോട് അലയ്ക്കുകയും, വീട്ടിൽ അലമ്പുണ്ടാക്കുകയും, ചർച്ചിൽ അലമ്പുണ്ടാക്കുകയും, സമൂഹത്തിൽ കുറച്ച് കഴിയുമ്പോൾ അവരെ നോക്കിക്കണം. ഒരു 5 കൊല്ലം നിങ്ങൾ അവരെ വാച്ച് ചെയ്യണം, തകർന്നൊന്നും ഇല്ലാതായി പോവരെ. അല്ലെങ്കിൽ ഒരു 10 കൊല്ലം അവരെ നോക്കണം, തകർന്നൊന്നും ഇല്ലാതാകും. കാരണം കർത്താവിൻ്റെ മേഴ്സി അത്രത്തോളം വലുതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാനൊന്നും കൂടെ ആവർത്തിച്ചൊന്ന് പറയാം. മനുഷ്യൻ ഉണ്ടായത്, അവൻ്റെ അകത്തെ മനുഷ്യൻ ഉണ്ടായത് വാക്കിനാലാണ്. നീ രക്ഷിക്കപ്പെട്ടത് വാക്കിനാലാണ്. ഈ കാണുന്ന പ്രപഞ്ചം ഉണ്ടായത് വാക്കിനാലാണ്. നിന്റെ ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നത് വാക്കിനാലാണ്. ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നത് എന്ന് പറഞ്ഞാൽ മാറ്റം വരുത്തുന്നത് വാക്കിനാലാണ്. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന വാക്കിനാലാണ്. യേശു കടലിനോട് പറഞ്ഞു അടങ്ങുക, കാറ്റിനോട് പറഞ്ഞു ശാന്തമാകുക, വാക്കിനാലാണ്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ നിന്റെ എല്ലാ ആത്മീയ അനുഭവങ്ങളും ഭൗതിക അനുഭവങ്ങളും നിയന്ത്രിക്കപ്പെടുന്നത് നിന്റെ വായിലെ വാക്കിനാലാണ്. പലപ്പോഴും നമുക്കത് മനസ്സിലാകാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലാകാറുണ്ടെങ്കിൽ പോലും നമ്മളത് പറയാറില്ലെന്നാ സത്യം. നമുക്ക് ചില കാര്യങ്ങൾ പറയാനൊക്കെ വളരെ പ്രയാസമാണ്. പക്ഷേ നമുക്കൊന്ന് വ്യത്യാസപ്പെടാം സൗരങ്ങളെ. നമുക്ക് ഇന്ന് പകൽ ഫ്യൂച്ചറിനെ നോക്കി പറയാം, എനിക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ഫ്യൂച്ചർ ഉണ്ടാവും. നിങ്ങളുടെ വേൾഡിനെ നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. ഞാൻ സാധിക്കുന്നെങ്കിൽ ഇന്ന് വൈകുന്നേരം കുറച്ചും കൂടെ ആഴത്തിൽ അത് പഠിപ്പിക്കാം. വൈകുന്നേരം വരണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നിങ്ങളുടെ വേൾഡിനെ നിങ്ങളാണ് ഉണ്ടാക്കേണ്ടത്. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഫ്യൂച്ചറിനെ നിങ്ങളാ പറയേണ്ടത്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഈ സമയത്ത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി